അഖില മിസ് ആണ്. സോ നമുക്കറിയാം നമ്മൾ എല്ലാവരും ഇതാ നമ്മുടെ ഈ ഒരു അക്കാദമിക് ഇയർ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ നമ്മുടെ NCERT-യിലുള്ള പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സബ്സ്റ്റൻസസ് ആർ കോമൺലി സെപ്പറേറ്റഡ് യൂസിങ് ചേർണിംഗ് മെത്തേഡ് അല്ലെ. ഇതിൽ ഏതാണ് ചേർണിംഗ് മെത്തേഡിലൂടെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് ഉണ്ട്, ഓയിൽ ഫ്രം വാട്ടർ, സാൻഡ് ഫ്രം വാട്ടർ, ക്രീം ഫ്രം മിൽക്ക്, ഓക്സിജൻ ഫ്രം എയർ അല്ലെ. അപ്പൊ നമുക്കറിയാം നമ്മളെ ചേർണിംഗ് എന്ന് പറയുന്ന മെത്തേഡ് ഇറ്റ് ഈസ് എന്താണ്, യെസ് സെപ്പറേഷൻ ടെക്നിക് അല്ലെങ്കിൽ സെപ്പറേഷൻ മെത്തേഡ് ആണ് അല്ലെ. അതിനകത്ത് ഇതാ ഈ പിക്ചറൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ടെക്സ്റ്റിനകത്ത്. ദ പ്രോസസ് ഓഫ് ചേർണിംഗ് കേർഡ് യൂസിങ് എ ബിഗ് ചേർണർ ടു സെപ്പറേറ്റ് ബട്ടർ അല്ലെ. നമുക്കറിയാം നമ്മുടെ കേർഡിൽ നിന്ന് നമ്മുടെ ബട്ടർ ഒക്കെ ഇങ്ങനെ എന്താണ്, യെസ് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചേർണർ യൂസ് ചെയ്യുന്നതാണ് എന്ത്, നമ്മുടെ ചേർണിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. ഇൻ ദിസ് പ്രോസസ് ദ ബട്ടർ ബീങ് ലൈറ്റർ ഫ്ലോട്ട്സ് അല്ലെ അറ്റ് ദ ടോപ്പ് വൈൽ ദ ബട്ടർ മിൽക്ക് ഈസ് എന്താണ് ലെഫ്റ്റ് ബിഹൈൻഡ്. അപ്പൊ ബട്ടർ മിൽക്ക് താഴെ ഉണ്ടാവും, നമ്മുടെ ബട്ടർ എന്ത് ചെയ്യുന്നുണ്ട്, ലൈറ്റ് വെയിറ്റ് ആയിട്ട് അതിങ്ങനെ മുകളിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നതും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ചേർണിംഗ് എന്ന് പറയുന്ന മെത്തേഡ് അല്ലെ. അപ്പൊ ഇവിടെ ഈ തന്നിട്ടുള്ള ഓപ്ഷനിനകത്ത് അതിന് ഏതാണ് നമ്മുടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ക്രീം ഫ്രം മിൽക്ക് അല്ലെ. മിൽക്കിൽ നിന്ന് നമ്മുടെ ക്രീം സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് മെത്തേഡ് യൂസ് ചെയ്യുന്നത്, ഈ ചോദിച്ചിട്ടുള്ള നമ്മളുടെ ചേർണിംഗ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത എന്താണ്, ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. അൺസ്ക്രാമ്പിൾ ദ ലെറ്റേഴ്സ് ഇൻ കോളം 1 അല്ലെ and match them with the properties in column 2. ഓക്കെ, കോളം 1 ഉണ്ട്, കോളം 2 ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം, മാച്ച് ചെയ്യണം. അപ്പൊ അങ്ങനെ മാച്ച് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഇതാ കോളം 1 ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നമുക്കറിയാം നമ്മുടെ സ്ക്രാമ്പിൾഡ് എഗ് എന്നൊക്കെ പറയുന്ന പോലെ ആകെ ലെറ്റേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്താണ്, യെസ് മിസ്മാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം അൺസ്ക്രാമ്പിൾ ചെയ്യണം. എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ പ്രോപ്പർട്ടി ഏതാണെന്നുള്ളത്, സ്യൂട്ടബിൾ പ്രോപ്പർട്ടി ഏതാണെന്നുള്ളത് അനുസരിച്ച് അതിലേക്ക് നമ്മൾ മാച്ച് ചെയ്യണം. അപ്പൊ ഓരോന്നും നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അല്ലെ. ഇവിടെ ഇതാ ഫസ്റ്റ് തന്നെ നോക്കുകയാണെങ്കിൽ യെസ് ഓരോന്നും സൂക്ഷിച്ചു നോക്കണം മക്കളെ, എന്നാൽ മാത്രമേ ആൻസർ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മൾ പഠിച്ചിട്ടുള്ള ഏതൊക്കെയോ വേർഡ്സ് ആണ് അല്ലെ. ഇത് പറയുന്നത് എന്താണ്, യെസ് നമ്മുടെ മാറ്റർ ആണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ സോല്യുബിൾ ആയിട്ടുള്ള ആളാണ്. ഇത് ട്രാൻസ്പെറന്റ് ആണ്. ഇത് നമ്മുടെ ലെസ്റ്റർ ആണ്. ആ രീതിയിൽ നമ്മൾ ഓരോന്നിനെയും എന്ത് ചെയ്യുന്നു, യെസ് ഐഡന്റിഫൈ ചെയ്യുന്നു. ആൻഡ് അങ്ങനെ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ തന്നിട്ടുള്ള നമ്മുടെ സെക്കൻഡ് കോളത്തിലേക്ക് നമ്മൾ നോക്കണം. എന്നിട്ട് ഓരോന്നിനും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നമ്മൾ മാർക്ക് ചെയ്യാണ് വേണ്ടത്. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ മാറ്റർ എന്ന് പറയുന്ന സമയത്ത് ദാ ഇതിൽ നോക്കിയേ നിങ്ങൾ, മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, എനിത്തിങ് വിച്ച് ഓക്യുപ്പൈ സ്പേസ് ആൻഡ് ഹാസ് മാസ് അല്ലെ. ആ രീതിയിൽ നമ്മൾ അതിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, മാച്ച് ചെയ്യാം. ആൻഡ് അടുത്തത് സോല്യുബിൾ എന്ന് പറയുന്ന സമയത്ത് യെസ് മിക്സസ് കംപ്ലീറ്റ്ലി വിത്ത് വാട്ടർ. അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ മാച്ച് ചെയ്ത് വരയ്ക്കാൻ പറ്റും. ആൻഡ് ട്രാൻസ്പെറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒബ്ജക്ട്സ് ക്യാൻ ബി സീൻ ക്ലിയർലി ത്രൂ ഇറ്റ് അല്ലെ. കൃത്യമായിട്ട് നമുക്ക് ഒബ്ജക്ട്സിനെ അതിലൂടെ ട്രാൻസ്പെറന്റ് ഒബ്ജക്റ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോക്കിയാൽ കാണാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് ലാസ്റ്റ് ലെസ്റ്റർ ആണ്. ലെസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഷൈനി അപ്പിയറൻസ് അല്ലെ. മെറ്റൽസിന്റെ ഒക്കെ ആ ഒരു ഷൈനി അപ്പിയറൻസിനാണ് നമ്മൾ ലെസ്റ്റർ എന്ന് പറയുന്നത്. അത് ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മാച്ച് ചെയ്ത് എഴുതി കൊടുക്കുന്നു. അപ്പൊ ഈ രീതിയിൽ എന്താണ്, കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എക്സാമിന് ചോദിച്ചേക്കാം. നമ്മൾ നന്നായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് ഓർത്തെടുത്താൽ മാത്രം മതി, ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെ ആൻസർ ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്, ഷോ ഐറ്റംസ് റിലേറ്റഡ് ടു നാച്ചുറൽ റിസോഴ്സ്. ഇവിടെ ഇതാ കുറെ നാച്ചുറൽ റിസോഴ്സസ് എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. മാച്ച് ദം വിത്ത് ദർ ജംബിൾഡ് അപ്പ് നെയിംസ് അല്ലെ. ഇതിന്റെ ഇതാ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ പറയുന്ന ആളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, യെസ് നേരത്തെ പറഞ്ഞ പോലെ അൺസ്ക്രാമ്പിൾ ചെയ്യണം. എന്നിട്ട് അതുമായിട്ട് നമ്മൾ അതിനെ മാച്ച് ചെയ്ത് കൊടുക്കുന്നു. മേക്ക് അനദർ ടേബിൾ ആൻഡ് റൈറ്റ് ദ നെയിംസ് ഓഫ് ദീസ് റിസോഴ്സസ്. ക്ലാസിഫൈ ദ റിസോഴ്സസ് ആസ് റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ. നമ്മൾ പഠിച്ചിട്ടുണ്ട് റിന്യൂവബിൾ റിസോഴ്സും ഉണ്ട്, നോൺ റിന്യൂവബിൾ റിസോഴ്സും ഉണ്ട് അല്ലെ. ഉപയോഗിച്ചാൽ തീർന്നു പോകുന്നതും ഉണ്ട്, എന്നാൽ എത്ര ഉപയോഗിച്ചാലും തീർന്നു പോവാത്ത ആളുകളും ഉണ്ട് അല്ലെ. അപ്പൊ റിന്യൂവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വീണ്ടും വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. നോൺ റിന്യൂവബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വീണ്ടും നമ്മൾ ഉപയോഗിച്ചാൽ തീർന്നതാണ്, പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ ആ രീതിയിൽ ഈ തന്നിട്ടുള്ള ആളുകളെ നമ്മൾ മാറ്റി എഴുതാൻ വേണം. അപ്പൊ ആദ്യം തന്നെ മാച്ച് ചെയ്യാനുള്ളത് സുഖമാണ്. ഈ പിക്ചർ നോക്കിയാൽ തന്നെ നമുക്ക് ഓരോന്നും എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ആളുകളെ ഓരോന്നിനെയും നമുക്ക് മാറ്റി എഴുതാൻ പറ്റും അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, അത് നമ്മൾ മാച്ച് ആക്കിയിട്ട് കൃത്യമായിട്ട് മാറ്റി എഴുതി കൊടുക്കുകയാണ്.
അപ്പൊ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം ദാ ഇവിടെ ആദ്യം വരച്ചു വെച്ചിട്ടുണ്ട്, എന്നിട്ട് ഇതിനെ ഇപ്പുറത്തേക്ക് നമ്മൾ മാറ്റി എഴുതിയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ തന്നിട്ടുള്ള വേർഡ് എന്ന് പറയുന്നത് റോക്ക് ആയിരുന്നു. റോക്ക് ഇതാ ഏറ്റവും താഴെയാണുള്ളത്. ആൻഡ് നെക്സ്റ്റ് ഇതാ ഈ തന്നിട്ടുള്ള വേർഡ് നമ്മുടെ ഫോറസ്റ്റ് ആണ് അല്ലെ. ഇതാ ഞാനിവിടെ മാർക്ക് ചെയ്യാം, നമ്മുടെ ഫോറസ്റ്റ് ആണ്. ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഇതാ ഇവിടത്തേക്കാണ്. അവിടത്തേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, യെസ് ഇങ്ങോട്ടേക്ക് നമ്മൾ അതിനെ എന്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, വരച്ചു കൊടുത്തിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഈ പറയുന്ന ആളെന്ന് പറയുന്നത് നമ്മുടെ വിൻഡ് ആണ്. സോ വിൻഡ് ഇതാ ഇവിടെയാണ് നമ്മുടെ വിൻഡ് അല്ലെ. വിൻഡ് മില്ലൊക്കെ നമുക്ക് അറിയുന്നതാണ്. അപ്പൊ വിൻഡിലേക്ക് നമ്മൾ വരച്ചു കൊടുത്തു. ആൻഡ് ലാസ്റ്റ് ഈ തന്നിട്ടുള്ളത് നമ്മുടെ വാട്ടർ ആണ്. അതിന് നമ്മൾ എന്ത് ചെയ്തു, ദാ ഈ പറയുന്ന പോലെ നമ്മുടെ വാട്ടറിലേക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വരച്ചു കൊടുത്തിട്ടുണ്ട്. ഈസി ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇനി ബാക്കിയുള്ള ഫർദർ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ നോക്കേണ്ടത്. സോ നമുക്കറിയാം റോക്ക് എന്ന് പറയുന്ന സമയത്ത് മിനറൽസ് ആണ് അല്ലെ, നമ്മുടെ ഏർത്തിലുള്ള മിനറൽസ് ആണ്. അപ്പൊ റോക്ക് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, തീർന്നു പോകുന്നുണ്ട് അല്ലെ. വീണ്ടും വീണ്ടും അതേ സാധനം അല്ല അവിടെ ഉണ്ടാവുന്നത്. സോ അതെന്താണ്, നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള കാണാണ്. കാരണം ഒരുപാട് മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുത്തിട്ടാണ് റോക്ക് ഒക്കെ എന്ത് ചെയ്യുന്നത്, ആ കാണുന്ന രൂപത്തിലേക്ക് ഫോം ചെയ്ത് വരുന്നത്. അപ്പൊ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആവാൻ വീണ്ടും അല്ലെ മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുക്കണം അല്ലെ. ഓരോ നമ്മുടെ പ്ലാന്റ്സിന്റെയും ആനിമൽസിന്റെയും ഒക്കെ ഈ പറയുന്ന പോലെ എന്താണ്, യെസ് നമ്മൾ ഈ പറയുന്ന പോലെ അതൊക്കെ നമ്മുടെ മണ്ണിനടിയിൽ കിടന്ന് ഒരുപാട് 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 ഇയേഴ്സ് എടുത്തിട്ടാണ് ഇതൊക്കെ എന്ത് ചെയ്യുന്നത്, മിനറൽസ് ഒക്കെ ഫോം ചെയ്യുന്നത്. സോ അതെന്താണ്, ആ റിസോഴ്സ് എന്ന് പറയുന്നത് നോൺ റിന്യൂവബിൾ ആണ്. ഇനി നമ്മുടെ ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫോറസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് റിന്യൂവബിൾ കാറ്റഗറിയിൽ പെടുത്താം അല്ലെ. നാച്ചുറൽ ആയിട്ടുള്ള ഒരു റിസോഴ്സ് ആണ്. ആൻഡ് നമ്മുടെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് എന്താണ്, റിന്യൂവബിൾ ആണ്. ആൻഡ് റിവർ പോണ്ട് ഒക്കെ അല്ലെ, നമ്മുടെ വാട്ടർ റിസോഴ്സുകളൊക്കെ എന്താണ്, റിന്യൂവബിൾ ആണ്. ആൻഡ് നമ്മുടെ സൺലൈറ്റ് ഒക്കെ എന്താണ്, റിന്യൂവബിൾ ആണ്. അതേസമയം നമ്മുടെ പെട്രോളിയം പോലെയുള്ള പ്രൊഡക്ട്സ് ഒക്കെ എന്താണ്, നോൺ റിന്യൂവബിൾ ആണ് എന്നുള്ള കാര്യം കൂടെ മക്കൾ ഓർത്തു വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇനി നമുക്ക് കുറെ ചോദ്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കെമിസ്ട്രിയിൽ. അതൊക്കെ ആയിട്ട് മിസ് വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.